പിണറായിയുടെയും വീണയുടെയും വീടുകളിൽ റെയ്ഡ്, പിന്നിൽ ഗൂഢാലോചനയെന്നും പുല്ലാണെന്നും CPM നേതാവ് NN കൃഷ്ണദാസ്. ഒരുമിച്ച് നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ നീക്കം എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയുടെ പിറ്റേ ദിവസമാണ് ഇത് നടക്കുന്നത്. അത് വളരെ യാദൃശ്ചികമാണ് എന്ന് വിചാരിക്കാൻ അത്ര നിഷ്കളങ്കരല്ല കേരളത്തിലെ ജനങ്ങൾ. പക്ഷേ CPM-നും അതിന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവ് പിണറായിക്കുമെതിരായിട്ടുള്ള ഈ നീക്കത്തെ കേരളത്തിലെ ജനങ്ങൾ എല്ലാ വിധത്തിലും ചേർത്ത് തോൽപ്പിക്കും. CPIM-നെ തകർക്കുകയാണ് ലക്ഷ്യമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ഈ കേരളത്തിൽ ജനലക്ഷങ്ങൾ അണിനിരന്ന് അതിനെ നേരിടും എന്ന് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോകുന്നേയുള്ളൂ. കോൺഗ്രസും BJP-യും തമ്മിലാണ് ഗൂഢാലോചന നടത്തിയിരിക്കുന്നതെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് റെയ്ഡ്. CPM-നെ തകർക്കുകയാണ് ലക്ഷ്യം. എന്നാൽ അത് നടക്കാൻ പോകുന്നില്ല. ജനലക്ഷങ്ങൾ അണിനിരന്ന് നേരിടും. പിണറായി വിജയൻ CPM നേതാവായതുകൊണ്ടാണ് ഈ വേട്ടയാടൽ. പിണറായിയെയും CPM-നെയും തകർക്കാനാണ് നിൽക്കുന്നതെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങി നേരിടും. CPM-നെ ഭയപ്പെടുത്തുകയാണ് ലക്ഷ്യമെങ്കിൽ പുല്ലാണ് ഞങ്ങൾക്ക് ഈ നീക്കമെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. CPIM-നെ തകർക്കാൻ ഒരു ശക്തിയെയും കേരളത്തിൽ അനുവദിക്കാൻ പോകുന്നില്ല. CPIM എടുക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഇപ്പോൾ സംഘപരിവാർ ശക്തികളെ വെട്ടിലാക്കുന്നു, അവരെ അതിൽ അസൂയാലുക്കളാക്കുന്നു, അവരെ അസ്വസ്ഥരാക്കുന്നു എന്നതാണ് ഇതിന്റെ കാരണം. ഇത് ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ നേരിടും. നിയമപരമായി നേരിടും, രാഷ്ട്രീയമായി നേരിടും. മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനത്തെ തൊട്ടു പിന്നാലെയാണ് നീക്കം. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി കേരളത്തിൽ പലതവണ വന്നപ്പോഴും എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് പിണറായി വിജയന് വീട് റെയ്ഡ് ചെയ്യാത്തതെന്ന് നിരവധി തവണ ചോദിച്ചത് നിങ്ങളോടാണ്, നിങ്ങളുടെ മുമ്പിലാണ് ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള മറുപടി ഇപ്പോൾ BJP നൽകുകയാണ്. BJP-യുടെ ഒരു എക്സ്റ്റൻഡഡ് പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റായി ED മാറിയിരിക്കുകയാണ്. എന്തധികാരം ഉപയോഗിച്ചാണ് ED ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നത്? എന്ത് അധികാരമാണ് നിയമപരമായിട്ട് EDക്കുള്ളത്? ഇത് ജനങ്ങൾ ചോദ്യം ചെയ്യും. ഞങ്ങൾ നിയമപരമായി രാഷ്ട്രീയമായി ജനങ്ങളെ അണിനിരത്തി ഇതിനെ നേരിടാൻ പോവുകയാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ പലപ്പോഴും എന്തുകൊണ്ട് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. UTV ന്യൂസ്, പാലക്കാട്.